കുടുംബരാഷ്ട്രീയം എന്തൊക്കെയോ തകർത്ത് തരിപ്പണമാക്കിയെന്നും വലിയ നിലവാരവും ഒരാഗോള വീക്ഷണവും അത്തരം കാര്യങ്ങളുമൊക്കെയുള്ള രാഷ്ട്രീയത്തിന് എന്നും ഒരു മുതൽക്കൂട്ടായ ജയിപ്പിച്ച മനുഷ്യർക്കും സഹായിച്ച മനുഷ്യർക്കുമൊക്കെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോകുമായിരുന്നുവെന്ന് തോന്നിച്ച ശശി തരൂർ സാറ് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ആ ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഈ നെഹ്റു കുടുംബത്തെയും അതിൻ്റെ പശ്ചാത്തലവും അത്തരം കാര്യങ്ങളുമൊക്കെ അറിയാവുന്ന ഒരാൾ അങ്ങനെ എഴുതിയത് അത്ഭുതപ്പെടുത്തുന്നു. അതുകൊണ്ട് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടതെന്ന് പറഞ്ഞ് ചിരിച്ചങ്ങ് കളഞ്ഞു. സത്യത്തിൽ KC വേണുഗോപാൽ ചെയ്തത് നന്നായി. അതായത് അദ്ദേഹമൊക്കെ ഈ എഴുത്തിൽ ഒരു പാഴ്ചിരി മാത്രമേ അർഹിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ തമ്പ് റൂളായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ രാഷ്ട്രീയത്തിൽ, അത് പ്രാദേശിക രാഷ്ട്രീയം മുതൽ ദേശീയ രാഷ്ട്രീയം വരെയുള്ള ആ ഒരു ശൃംഖലയിൽ ചില ആളുകളെ കൊണ്ട് സന്നിഗ്ധ ഘട്ടത്തിൽ ഉപയോഗപ്പെടുക എതിർ പാർട്ടിക്കാർക്കായിരിക്കും. അദ്ദേഹം ഏത് പാർട്ടിയിൽ നിൽക്കുന്നോ ആ പാർട്ടിക്ക് പരീക്ഷണവും എതിർ പാർട്ടിക്ക് അനുഗ്രഹവുമായിരിക്കും. എനിക്ക് വലിയ അടുപ്പമുള്ള ആളാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ ഭയങ്കര അദ്ദേഹത്തിൻ്റെ ഇൻഡെപ്ത് നോളജിനെയും വ്യക്തിത്വ സവിശേഷതകളെയും ഒക്കെ ഭയങ്കരമായി ഉൾക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ശശി തരൂർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഏറ്റവും ഉപകാരപ്പെടുക കോൺഗ്രസ് വിരോധികൾക്കും കോൺഗ്രസിൻ്റെ എതിർ പാർട്ടികൾക്കുമാണ്. അതുകൊണ്ട് സത്യത്തിൽ അദ്ദേഹത്തിന് കോൺഗ്രസ് ചെയ്യേണ്ട ഒരു ഗുണം, അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്തണമെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. BJP അത് മനസ്സിലാക്കിയിട്ടാവണം അദ്ദേഹത്തെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുപോകാതെ ഇതിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. കാരണം അവിടെ ചെന്നാൽ പുള്ളിക്ക് പ്രത്യേകിച്ച് അവർക്ക് ബുദ്ധിമുട്ടല്ലാതെ വേറൊന്നും ഉണ്ടാകാനിടയില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കണം. രണ്ടാമത്തെ പിന്നെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആരൊക്കെയോ ഒരുപാട് ആളുകൾ വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു ഈ നടക്കാൻ വയ്യാത്ത ഗാർഗയേക്കാൾ ഭയങ്കരമായ കരുത്തും ചലനാത്മകതയും ശക്തിയുമൊക്കെ ശശി തരൂർ വന്നാലാണ് ഉണ്ടാവുക എന്ന് ചിലരൊക്കെ വിശ്വസിച്ചു. അന്ന് കുറേ പേര് KC വേണുഗോപാലിനെ എല്ലാവരെയും ചീത്ത വിളിച്ചു. ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ KM ഷാജഹാൻ എന്ന് പറയുന്ന, ആർക്കാണ്ട് വേണ്ടി കാശ് വാങ്ങിച്ചുകൊണ്ടിരുന്ന് രാപകലില്ലാതെ KC വേണുഗോപാലിനെ ചീത്ത വിളിക്കുന്നതിന് ഫണ്ട് വാങ്ങിക്കുന്ന ഒരു പുള്ളിയുണ്ടല്ലോ. ആ പുള്ളിയൊക്കെ അന്നങ്ങ് തെറിവിളിയായിരുന്നു. തരൂരിനെ വിളിക്കൂ, തരൂരിനെ എടുക്കൂ, തരൂരിനെ കയറ്റൂ, തരൂരിനെ വെക്കൂ എന്നൊക്കെ. പക്ഷേ അന്നും 100% ഞാൻ ചെയ്ത വീഡിയോകൾ നോക്കിയാൽ അറിയാം, രാഷ്ട്രീയം അറിയാവുന്നവരെല്ലാവരും ഈ പറയുന്നത് പോലെ അന്നേ മനസ്സിൽ ഓർത്തിരുന്നു, ഈ ശശി തരൂർ എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ താഴെത്തട്ടിലുള്ള സംഗതികൾ ഒന്നും മനസ്സിലാക്കാത്ത, അധികാരത്തിൻ്റെ ഒരു സുഖ പരിലാസ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിച്ഛായ മാത്രം ആസ്വദിക്കുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന്, അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ക്യാറ്റിൽ ക്ലാസ് അല്ലാത്ത ഗോഡ്ലി ക്ലാസ്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സൂപ്പർ ഡീലക്സ് ക്ലാസ്സിൽ നിന്നൊക്കെ വന്ന ഒരാളാണ്. അദ്ദേഹത്തിനൊന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പൾസ് അറിയാനോ അത്തരം കാര്യങ്ങൾക്കോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് അന്ന് ഇദ്ദേഹത്തിനെ ആക്കണം എന്ന് പറഞ്ഞവരെല്ലാം ഒന്ന് ആരും അറിയാതെയെങ്കിലും നെഞ്ചത്തിട്ടിടിക്കുകയോ തലയിട്ടിടിക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു നാൾ വഴികൾ പരിശോധിച്ചാൽ, അദ്ദേഹം യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്ന് ഇതിനകത്ത് കയറുന്നത് അദ്ദേഹം ഇന്ന് വിമർശിക്കുന്ന ആ കുടുംബ ഗോത്ര സംവിധാനങ്ങളുടെ അനുഗ്രഹാശിസുകൾ കൊണ്ട് മാത്രമാണ്. അല്ലാതെ തിരുവനന്തപുരത്ത് ഒരാൾക്കും പുള്ളിയെക്കുറിച്ച് യാതൊരു ഉപകാരവും ഇല്ല, പുള്ളിയെക്കൊണ്ടൊരു ഉപയോഗം ഉണ്ടായിട്ടില്ല, പുള്ളിയെക്കൊണ്ടൊരു ശുപാർശ ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി നേരെ വന്ന് മാഡം സോണിയാഗാന്ധിയെ കാണുന്നു, അന്താരാഷ്ട്ര നിലവാരവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫ്ലുവൻസിയും ഇംഗ്ലീഷിൻ്റെ ടർപ്പിഡോ കോപ്പിയോ കോപ്പാണിക്ക എന്നൊക്കെ പറഞ്ഞാണ് പുള്ളി രംഗത്ത് വരുന്നത്. ഇത് മുഴുവൻ അനുഭവിച്ച ഒരാളാണ്. ലോകരാഷ്ട്രീയത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഡയനാസി സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്, മറ്റു പലതിലും പോലെ. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സ്വാതന്ത്ര്യ സമരവുമായൊക്കെ ബന്ധപ്പെട്ട് ചില കുടുംബങ്ങൾ അവരുടെ പൂർവ്വപിതാക്കൾ ഒക്കെ അതിനുവേണ്ടി അർപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ ചിലയിടങ്ങളിലാണെങ്കിൽ മറിച്ച് ഏകാധിപതികളെപ്പോലെ പിടിച്ചടക്കപ്പെടുക. എന്നിട്ടെന്ത് ചെയ്യും? സാധാരണ ബയോളജിക്കൽ പ്രിൻസിപ്പിൾ പോലെ തന്നെ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ സർവൈവ് ചെയ്യും ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത്. ജനാധിപത്യത്തിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ, ജനാധിപത്യത്തിൽ ഫിറ്റസ്റ്റ് ആയിട്ടുള്ളത് ജനങ്ങൾ സ്വീകരിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന ആ ചരിത്രവും ബാക്ക്ഗ്രൗണ്ടും കാലിബറും ക്യാപ്ഷൻസും ഉള്ള മനുഷ്യർ നിലനിൽക്കും. ആ പരമ്പരകൾ തുടർച്ചയായി നിലനിൽക്കും. നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഗുണം ഈ ശശി തരൂർ ലേഖനം എഴുതിയതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ
ന്യൂയോർക്കിൽ സൊഹ്റാൻ മംദാനി എന്ന ആൾ പ്രസംഗിച്ചപ്പോൾ പരാമർശിക്കപ്പെട്ട ആ നെഹ്റുവിൻ്റെ ആ ഗുണശ്രേണിയോട് ചേർന്ന് നിൽക്കുന്ന മക്കളും ചെറുമക്കളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നും ഇന്ത്യയുടെ പ്രതീക്ഷ അവരിലാണ്. അധികാരവും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ചേർന്ന് തരൂരിനെ പോലെയുള്ള എന്ത് പേരിലാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ മറുപാളയത്തിൽ നിന്ന് പണിയെടുക്കുമ്പോഴും അവർക്ക് അവരുടെ മേൽവിലാസമുണ്ട്, അവരുടെ ഡിഗ്നിറ്റിയുണ്ട്. അത് ഇന്ത്യ മുദ്ര ചാർത്തപ്പെട്ട നിരവധി ആളുകളെ രാജ്യത്തിന് വേണ്ടി നൽകിയ, എന്നാൽ അതുപയോഗിച്ച് സുഖസമൃദ്ധമായ ജീവിതമോ തരൂർ ആസ്വദിക്കുന്നത് പോലെയുള്ള ഒരു ആസ്വാദനവും ആസ്വദിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവരല്ല അത് അവർ. തരൂരിനൊക്കെ ആ കാര്യത്തിൽ ഒരു അപാര ഭാഗ്യവാനല്ലേ. എന്നാൽ തരൂർ വന്നതിന് ശേഷം ആ പാർട്ടിക്കോ തിരുവനന്തപുരത്തുകാർക്കോ തരൂരിനെ കൊണ്ട് ഒരു ഓഡിറ്റ് നടത്തിയാൽ യാതൊരു ഉപയോഗവും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നില്ല സാർ. ഒന്നും ഉണ്ടാവില്ല. വന്നു, മന്ത്രിയായി, ക്യാറ്റിൽ ക്ലാസ് വിവാദം, തൊടുന്ന പ്രസ്താവനകളിലെല്ലാം വിവാദം, അത് കഴിഞ്ഞ് ഭാര്യയുടെ മരണം, ദുരൂഹ മരണം, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് മുഴുവൻ സഹിച്ചതും നിലനിർത്തിയതും എല്ലാം ഈ പാർട്ടിയാണ്. പിന്നെ ഈ തിരുവനന്തപുരത്ത് തുടർച്ചയായിട്ട് സീറ്റുകൾ നൽകി അവിടെ നിർത്തി ജയിപ്പിക്കുന്നു. ഈ ജയിപ്പിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് വല്ലതും പുള്ളിയുടെ ചർമ്മം കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടോ വല്ലോ ആണോ? എ ചാൾസ് വരെ ജയിച്ച മണ്ഡലമാണ് അവിടെ. എ ചാൾസ് വരെ എന്ന് പറയാൻ കാരണം ഇതുപോലെ വലിയ പൊക്കവും തലപ്പൊക്കവും ഗമയും ഒന്നും അവകാശപ്പെടാത്ത ആൾ പോലും ജയിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. അവിടെ മുതൽ ഇങ്ങോട്ട് ശിവകുമാർ അടക്കമുള്ളവർ ജയിച്ചിട്ടുണ്ട്. അവിടെ ജയിക്കുന്ന ഇക്വേഷൻ എന്താ? അവിടെ ജയിക്കുന്നത് ബി ജെ പിക്കാർ വരും എന്ന് ഭയന്ന് മുസ്ലിം വോട്ടർമാരും ക്രിസ്ത്യൻ വോട്ടർമാരും ഒരുപോലെ വോട്ട് ചെയ്യും. അല്ലാതെ പുള്ളിയെ ഏതെങ്കിലും കല്യാണത്തിന് കിട്ടിയതുകൊണ്ടോ മരിപ്പിന് കിട്ടിയതുകൊണ്ടോ ശുപാർശയ്ക്ക് കിട്ടിയതുകൊണ്ടോ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല. പുള്ളിയുടെ കയ്യിൽ ഡിപ്പിക്ലോസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ജയിക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പുള്ളി ഇതിൽ വന്നത്. അല്ലാതെ ഇപ്പോൾ സാധാരണ എം പിമാരൊക്കെ എങ്ങനെ അവിടെ വാർഡ് ഇലക്ഷൻ നടക്കുമ്പോൾ ആ വാർഡിൽ മത്സരിക്കുന്നവർക്ക് പിന്നെ 5000-വും 10,000-വും കൊടുക്കും ജയിക്കാൻ. എം എൽ എമാരാണെങ്കിൽ പോസ്റ്റർ അടിച്ചു കൊടുക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. കാരണം അവരും ഇലക്ഷന് മത്സരിക്കുമ്പോൾ കഷ്ടപ്പെടുന്നവരാണ് ഇവർ. പുള്ളിക്ക് അങ്ങനെയൊന്നുമുള്ള ആവശ്യം വേണ്ടി വന്നിട്ടില്ല. പുള്ളി നൂലിൽ കെട്ടി ഇറങ്ങി മതമേലധ്യക്ഷന്മാരെയൊക്കെ പോയി മണിയടിച്ചു, അങ്ങനെ കണ്ടു, അവരെയൊക്കെ ഒന്ന് പടമെടുത്തു, പിന്നെ 5-6 പ്രസംഗമൊക്കെ നടത്തി, ഇങ്ങനെ അങ്ങ് പോകുന്ന പണിയേ ഉള്ളൂ. പുള്ളിക്ക് രാഷ്ട്രീയത്തിൻ്റേതായ ഒരു ബാധ്യതയില്ല. പോലീസ് സ്റ്റേഷനിൽ ഇടപെടേണ്ട. ഇതുവരെ കണ്ടിട്ടുണ്ടോ തരൂർ ഏതെങ്കിലും സ്റ്റേഷൻ്റെ തിണ്ണയ്ക്ക് കുത്തിയിരുന്ന് ഏതെങ്കിലും KSUക്കാരെയോ യൂത്ത് കോൺഗ്രസ്സുകാരെയോ പുറത്തിറക്കാൻ വേണ്ടി ചെന്നു എന്നൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പുള്ളി ആഗ്രഹിച്ചു, പുള്ളി നോക്കിയപ്പോൾ ഐക്യരാഷ്ട്രസഭയെ ആഗ്രഹിച്ചു, കിട്ടിയില്ല. പിന്നെ തുടർച്ചയായി മരിക്കുന്നത് വരെ കേന്ദ്രമന്ത്രിയായിരിക്കാൻ ആഗ്രഹിച്ചു, നടന്നില്ല. അപ്പോഴാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയാവും എന്ന് ആരാണ്ട് എവിടെയോ നിന്ന് എപ്പോഴോ പറഞ്ഞു. അത് കേട്ട് പുള്ളിക്ക് മോഹം കലശലായി. ആ മോഹം പുള്ളി ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ അഭ്യാസങ്ങളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഈ പറയുന്ന ഒരു കാലത്ത് സ്നേഹിച്ചിരുന്നവരിലും വിശ്വസിച്ചിരുന്നവരിലും എല്ലാം താങ്കൾ ഒരു കരിങ്കാലിയാണ്, താങ്കൾ ഒരു ഒറ്റുകാരനാണ്, ഒരു ചതിയനാണ്. നിർണായക സമയത്ത് ആരാണോ ഇടം തന്ന ആ പാർട്ടിയെ നിർണായക സമയത്ത് പ്രതിസന്ധിയിലാക്കുക എന്നതാണ് താങ്കളുടെ വിനോദം. വേറെ പ്രസക്തി തെളിയിക്കാൻ മാർഗമൊന്നുമില്ല. ജനങ്ങൾക്ക് ഉപകാരം ചെയ്തോ വേറെന്തെങ്കിലും കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഓടി നടന്നോ ഒന്നും ചെയ്യാനുള്ള ശേഷിയില്ല പുള്ളിക്ക്. നിങ്ങൾക്കങ്ങനെ ഈ പറയുന്ന അങ്ങനെയുള്ള പിന്നെ ശീലവും ഇല്ല. വിയർപ്പിൻ്റെ അസുഖമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആകെ കഴിയുന്നത് എന്താ? പുള്ളി ആകെ വിയർത്തോടിയതെന്നാ? അന്നില്ല മുഖ്യമന്ത്രിയാവാൻ ഒരവസരം വരുന്നു എന്ന് കേട്ടപ്പോൾ ആ സഭയിലും ഈ സഭയിലും നമ്മുടെ സുകുമാരൻ നായർ സാറിൻ്റെ അവിടെയുമൊക്കെ പോയാന്ന് നിന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ പാർട്ടിയിൽ ഈ കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ച് മുഴുവൻ ആളുകളും നിൽക്കുന്നതിന് കാരണം 2-3 പേരേ ഉള്ളൂ. അതാരാണെന്നറിയോ? സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അവരിലാണ് വിശ്വസിക്കുന്നത്. ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മുഴുവൻ വിശ്വാസമുണ്ട്. അവരെ കൊല്ലാമെന്നല്ലാതെ അവരെ ഈ താങ്കൾക്കൊക്കെ ഉണ്ടാകുന്നത് പോലെ ചിത്തഭ്രമവും അധികാരഭ്രമവും വരുത്തി ഒന്നും ഇങ്ങോട്ട് മാറ്റാൻ വഴിയില്ല. പിന്നെ കുറേ ആളുകളൊക്കെ അന്ന് വിശ്വസിച്ചു ഈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഗാർഗെ എന്തിനു കൊള്ളാം എന്നൊക്കെ എല്ലാവരും വിചാരിച്ചു. അങ്ങേപ്പോലെ ഒരാളുടെ ഇത് തന്നിരുന്നെങ്കിൽ AICC പ്രസിഡൻറ്റ് തന്നെ ഒരു ക്യാബിനറ്റ് മന്ത്രിയാവാൻ അവസരം കിട്ടിയാൽ ബുക്കും പുസ്തകവും എടുത്തുകൊണ്ട് അങ്ങ് പോയേനെ. ഈ ഗാർഗയും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ ചില നിലപാടുകളിൽ എടുത്തിരിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, അത് ഇടയ്ക്കിടയ്ക്കൊന്ന് വായിച്ച് നോക്കണം. എന്തായാലും ഒരു കാലം വരെ നമുക്ക് ഇതിലൊക്കെ നിൽക്കാനൊക്കെ ഉള്ളൂ. അവസാനം പിരിഞ്ഞു പോകുമ്പോൾ ഒരവസരവാദിയും കരിങ്കാലിയും ഒരവസരം തേടിയ ഭിക്ഷാന്തേഹിയുമായിട്ടൊക്കെ ഒരു വലിയ ദേശീയ പുരുഷൻ അല്ലെങ്കിൽ അന്തർദേശീയ പുരുഷൻ എന്നൊക്കെ പറയുന്ന ആളിനെ കാണുന്നത് ഒരു ക്വാളിറ്റി ഇല്ലായ്മയാണ്. ഇപ്പം ശരിക്കും അങ്ങയുടെ പ്രസംഗങ്ങളൊക്കെ
എന്താ പറയുന്നത്, പണ്ട് കേൾക്കുന്നത് പോലെ ഒരു ക്വാളിറ്റിയുള്ള ആളിൽ നിന്ന് വരുന്ന ഒരു ക്വാളിറ്റി വേർഡ്സ് ആയിട്ട് തോന്നാറില്ല, ഒരു പാർട്ടിക്കാർക്കും തോന്നാറില്ല എന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കാര്യം. അതിൻ്റെ കാരണം താങ്കൾ മാത്രമാണ്, താങ്കൾ മാത്രം.